നമസ്കാരം സർ. നമസ്തേ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് മണിയാർ ഡാം ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാർ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഒരു സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഈ കരാർ വീണ്ടും പുതുക്കി അവർക്ക് തന്നെ നൽകാനുള്ളൊരു നീക്കം സർക്കാരിൻ്റെയും KSEBയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു എന്നാണ് ആരോപണം വരുന്നത്. പക്ഷേ അതിലെന്താണ് യഥാർത്ഥത്തിൽ ആ വശം എന്താണ്, അതിൻ്റെ പുറകിൽ എന്താണ് എന്നൊക്കെയുള്ള ധാരാളമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കോടികളുടെ അഴിമതി തന്നെയാണ് ലക്ഷ്യമെന്നുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഇത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്ക് അടുത്തുള്ള ഒരു ഡാമാണ്. കക്കാട് പുഴയിൽ നിന്ന് വെള്ളം തിരിച്ചുവിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് 1991 ഭാഗികമായി കമ്മീഷൻ ചെയ്തു. അതേസമയം 1993 ഇത് കാർബറാൻഡം യൂണിവേഴ്സൽ പവർ പ്രോജക്റ്റ് എന്ന ഒരു സ്വകാര്യ കമ്പനിക്ക്, അത് അളഗപ്പ ആൻഡ് മുരുകപ്പ എന്ന ഒരു ഫേം എന്ന ഉടമകൾ നടത്തുന്നതാണ്. അങ്ങനെ കാർബറാൻഡം യൂണിവേഴ്സൽ പ്രോജക്റ്റ് പവർ പ്രോജക്റ്റായിട്ട് ഇത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറ്റപ്പെട്ടു. അങ്ങനെ ആ സ്വകാര്യ കമ്പനി അവിടുന്ന് വൈദ്യുതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കരാറ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBക്ക് വിൽക്കണം. എന്നിട്ട് ഇവർക്ക് ഒരുപാട് വൈദ്യുതി ആവശ്യമുള്ള സംരംഭങ്ങളുള്ളവരാണ് ഈ കാർബറാൻഡം കമ്പനി. അപ്പോൾ കാർബറാൻഡം കമ്പനിക്ക് ആവശ്യമുള്ള വൈദ്യുതി KSEB കൊടുക്കും. KSEBയുടെ റേറ്റിൽ കൊടുക്കും. ഇപ്പോഴത്തെ ഈ സോളാറിൻ്റെ കണ്ടീഷൻ പോലെ. അപ്പോൾ ഈ സ്വകാര്യ വ്യക്തികൾ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം അങ്ങനെയാണ് ഓൺ ഗ്രിഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുണ്ടാക്കുന്ന ഈ പദ്ധതി, ഈ പ്രോജക്റ്റ് സംരക്ഷിച്ച് വൈദ്യുതി ഉണ്ടാക്കി ഇവർ KSEBക്ക് എടുക്കണം. KSEBന്ന് ഇവർ വാങ്ങി ഉപയോഗിക്കണമെന്നാണ് കണ്ടീഷൻ. പക്ഷേ ഇവർ കാലാകാലങ്ങളിൽ ഈ കണ്ടീഷനൊന്നും പാലിക്കാറില്ല, തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ KSEB ചെയർമാൻ രാജൻ കോപ്രഗഡെ ഒരിക്കൽ ഗവൺമെൻറ്റിന് പരാതിപ്പെട്ടിട്ടുണ്ട് ഈ കമ്പനി കരാർ ലംഘിക്കുന്നു എന്ന്. അങ്ങനെ എന്നിട്ടും അത് അവഗണിക്കുകയാണ് ചെയ്തത്. ഗുരുതരമായൊരു പ്രശ്നമാണ്. ആ കരാർ ലംഘിച്ചിട്ടും അവർക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഈ 30 വർഷ കരാർ അവസാനിക്കുകയാണ്. പക്ഷെ അപ്പോൾ കണ്ടീഷൻ അനുസരിച്ച് KSEBക്ക് ഈ പദ്ധതി ഇങ്ങ് ഏറ്റെടുക്കാം. കരാർ ഉണ്ടാക്കുന്ന കാലത്ത് ദിവസം 12 കോടി രൂപയുടെ വൈദ്യുതിയാണ് അവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അത് ഏകദേശം 22 കോടി രൂപയുടെ, ഇന്നത്തെ വൈദ്യുതിയുടെ വില നിലവാരം അനുസരിച്ച് അത് 22 കോടി രൂപ പെർ ഡേ ഉൽപ്പാദന ശേഷിയുള്ള അത്രയും കറണ്ടാണ് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ KSEBക്ക് അത് ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ KSEB ഇപ്പോൾ 16 ഒരു യൂണിറ്റിന് 16 പൈസ കൂട്ടിയിരിക്കുകയാണ്, നാട്ടുകാരുടെ തോടെ വെച്ചിരിക്കുക. KSEB പല തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത എടുത്ത് അതിൻ്റെ എല്ലാം ഭാരം ജനങ്ങളുടെ തോളയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് തിരിച്ച് KSEBക്ക് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് വേണമെങ്കിൽ കരകയറാവുന്ന, കാരണം ഇത്രയും ആണെങ്കിൽ പെർ ഡേ ഉൽപ്പാദനം ഇത്രയും ആണെങ്കിൽ 365 ദിവസം ഏകദേശം 830 കോടി രൂപ പെർ ഇയർ വരുമാനമുള്ള ഒരു പദ്ധതിയാണ്. വൈദ്യുതിയുടെ വിലയായി മാത്രം ഒരു വർഷം അത്രയും വലിയ സ്രോതസ്സാണിത്. ഇത് വീണ്ടും അളഗപ്പ മുരുകപ്പയുടെ കാർബറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡിന് കൊടുക്കാനായിട്ടാണ് ഗവൺമെൻറ്റിലുള്ളവർക്ക് താല്പര്യം. ഇതിപ്പോൾ ഈ വിവരം പുറത്തായപ്പോൾ ഇന്ന് KSEB മന്ത്രി കൃഷ്ണൻകുട്ടി തൃശ്ശൂരിൽ പത്രലേഖകരോട് പറഞ്ഞിട്ടുണ്ട്, ബോർഡിൻ്റെ നിലപാട് പദ്ധതി തിരിച്ചു വേണം എന്നാണ്. ആ കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കാരണം ഇതൊരു വലിയ കറവപ്പശുവാണ്. ഇതിൻ്റെ പാല് കറന്ന് രുചിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമോ, അതോ നാട്ടുകാർക്ക് ഇതിൻ്റെ കറവയെടുത്തിട്ട് വീതം വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമോ? അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ചോദ്യം. കോടികളുടെ കമ്മീഷനായിരുന്നു, കോടികളുടെ. അപ്പോൾ ഇത് വീണ്ടും ഒരു 30 വർഷം കൂടി ഈ അളഗപ്പ ആൻഡ് മുരുകപ്പയ്ക്ക് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അന്നത്തെ വില നിലവാരം എത്ര ഊഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ 22 കോടി പെർ ഡേ വരുമാനം വെച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 30 വർഷം കൊണ്ട് 2,40,900 കോടി രൂപയുടെ സ്വത്താണത്. വലിയൊരു സംഖ്യയാണ്. അപ്പോൾ അത്രയും വലിയൊരു വരുമാനമാണ് KSEBക്ക് കിട്ടാവുന്ന ഒരു സന്ദർഭത്തിൽ
ഗവൺമെൻറ് വെച്ചുകൊണ്ട് ഇങ്ങനെ എലിയും പൂച്ചയും കളിക്കുന്നത്. അതെ 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 അതെ. ഇതിനകത്തുള്ള സാമ്പത്തിക താല്പര്യവും അഴിമതിയും എത്ര വലുതാണെന്ന് ആലോചിച്ചു കൂടാം. അപ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മുടെ പൊതുമാധ്യമങ്ങളൊന്നും ഇത് അറിയാത്തതല്ല. തിരുവനന്തപുരത്തെ ഉള്ള എല്ലാ അണ്ണന്മാർക്കും അറിയാം ഇതെന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഇതാരും കാര്യമായി ആരും ഇതിൻ്റെ ഈ സാമ്പത്തിക വൈപുല്യമോ ഇതിൻ്റെ പവർ സ്രോതസ്സിൻ്റെ പിന്നെ മൂല്യത്തെക്കുറിച്ചോ ഒന്നും ബോധവാന്മാരല്ല. 2018 നമ്മൾ ഈ കക്കാട് പദ്ധതി ഡാമും തുറന്നു വിട്ട് വെള്ളം പൊങ്ങി റാന്നി കോന്നി ഏരിയ എല്ലാം മുങ്ങിപ്പോയ വാർത്തയൊക്കെ വായിച്ചിരുന്നു. അന്ന് KSEB മന്ത്രിയായിരുന്ന ആൾ അതിന് ന്യായമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നാണ് നമ്മൾ ഈ പദ്ധതിയെ പറ്റി ഇങ്ങനെ കേട്ടു തുടങ്ങിയത്. പക്ഷേ ഈ കേൾക്കാനിട വന്ന അതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഡിസംബറിൽ ഇത് ഗവൺമെൻറ്റിന് ഇല്ല KSEBക്ക് തിരിച്ചു കൊടുക്കാം. കാരണം മറ്റവരുടെ കരാർ കാലാവധി തീർന്നു. പക്ഷേ വിടുന്നില്ല, അവർ വിടത്തില്ല. കാരണം ഇത് വലിയ ഒരു സ്രോതസ്സല്ലേ, അവർ വിടുന്നില്ല. ഗവൺമെൻറ്റിൽ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഗെയിൻ ഒരു 30 more years എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ. വലിയ ലാഭമാണല്ലോ. വലിയ ലാഭമാണ്. കാരണം 2,40,000 ചില്ലുവാനും ഇന്നത്തെ നിലയിൽ, ഇന്നത്തെ വൈദ്യുത നിലയിൽ, ഭാവിയിൽ അതിൻ്റെ വില എത്രയോ ആയിരിക്കും. ഒരു 30 വർഷം കൂടി കഴിയുമ്പോൾ ഒരുപാടായിരിക്കും. ഇന്നത്തെ 3 ഇരട്ടിയായില്ലേ വൈദ്യുതിയുടെ വില. അപ്പോൾ ആ തരത്തിലുള്ളൊരു സ്രോതസ്സാണ് പ്രകൃതിയിൽ നിന്ന്. ജലവൈദ്യുത പദ്ധതിയാണ്, നമ്മുടെ പ്രകൃതി വിഭവമാണ്, ഈ നാട്ടുകാരുടെ വകയാണ്. പക്ഷേ അതൊന്നും അങ്ങനെ അതിൻ്റെ ധാർമ്മിക വശമൊന്നും ഗവൺമെൻറ് ചിന്തിക്കുന്നേ ഇല്ല. ഇതിനെ ഒരു കറവപ്പശുവായി കണ്ടുകൊണ്ട് ഇതിൻ്റെ പണം അപഹരിക്കുന്നതിലുള്ള ഒത്തുതീർപ്പ് സ്വകാര്യ കമ്പനിയുമായി പങ്കുവയ്ക്കുന്നതിലാണ് ഗവൺമെൻറ്റിൻ്റെ നീക്കം. സാർ, അവിടെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ കൃഷ്ണൻകുട്ടിയും KSEBയും ഒക്കെ ഇപ്പോൾ ഇതിനൊരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ടല്ലോ. അതായത് ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ താല്പര്യമില്ല, അത് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതൊരു തരത്തിൽ മുഖ്യമന്ത്രിക്കും CPM-നൊക്കെ ഒരു അടിയല്ലേ? അത് KSEBയും വകുപ്പ് മന്ത്രിയും ഇപ്പോൾ CPM-ന്റെ നീക്കത്തിനെതിരാണ് എന്നാണ് അത് കാണിക്കുന്നത്. അവരൊക്കെ അങ്ങനെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം KSEBയുടെ താല്പര്യവും അവരുടെ പ്രശ്നവും അത്ര വലുതാണ്. അപ്പോൾ ജനങ്ങളിത് അറിഞ്ഞാൽ നാളെ ബോർഡിൻ്റെ നേതൃത്വത്തെ കുറ്റപ്പെടുത്തും. കാരണം ബോർഡ് ഇപ്പോൾ വലിയൊരു ഭാരം ജനങ്ങളുടെ മേൽ വെച്ചിരിക്കുകയാണ്. വീണ്ടും കൂട്ടി അതും മുൻകാല പ്രാബല്യത്തോടെയാണ്. തലേ ദിവസം മുതലാണ് കൂട്ടിയത്. സാധാരണഗതി അടുത്ത മാസം ഒന്നൊന്നൊക്കെ പറയുമായിരുന്നു. ഇത് തലേന്നേ കൂട്ടിയിട്ട് പിറ്റേന്നാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ തരത്തിലുള്ളൊരു ബാധ്യത ആ ജനങ്ങളുടെ മേൽ നിൽക്കേ. അല്ലെങ്കിൽ തന്നെ KSEB ഇപ്പോൾ ജനവിരുദ്ധമായ ഒരു സ്ഥാപനമാണെന്ന ദുഷ്പേര് പേറിക്കൊണ്ടിരിക്കെ അവർക്ക് വലിയ അനുഗ്രഹമായി തീരുമായിരുന്നു ഈ കരാർ കാലാവധി തീർന്നപ്പോൾ അത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ. 22 കോടി രൂപ പെർ ഡേ വരുമാനം ഉണ്ടാകുന്ന ഒരു വലിയ പദ്ധതിയല്ലേ അത്. പക്ഷേ വീണ്ടും സ്വകാര്യ വ്യക്തിക്ക് പോവുകയാണ്. അതിൻ്റെ പിന്നിൽ ഇത് ഏത് കുഞ്ഞിനും മനസ്സിലാവും അതിൻ്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട്. സാർ, തീർച്ചയായിട്ടും ഇത് വലിയ, അതായത് സാർ പറഞ്ഞ പോലെ ഇത്രയും ഭീമമായ ഒരു തുക കിട്ടുന്ന ഒരു പദ്ധതിക്ക് എന്തായാലും അതിൻ്റെ ഒരു ശതമാനം കൃത്യമായി കമ്മീഷൻ വാങ്ങിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളാണ് ഭരണ രംഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ അവരിത് വിട്ട് കൊടുക്കാൻ തയ്യാറാവില്ലല്ലോ. ഇത് സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇതൊരു അനുഗ്രഹമായി തീർന്നു എന്ന് കരുതാവുന്ന ഒരു സന്ദർഭത്തിൽ സ്റ്റേറ്റിൻ്റെ ബാധ്യതയും സാമ്പത്തിക വിഷമങ്ങളും ഒക്കെ അവിടെ കിടക്കട്ടെ. കേന്ദ്ര വിരുദ്ധ സമരം നടത്താനും കേന്ദ്രം അവഗണിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുവാനും ഉള്ള രാഷ്ട്രീയ സന്ദർഭങ്ങളെല്ലാം ഉപയോഗിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ ലാഭനഷ്ടം നോക്കി സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. മുതലാളിത്തത്തെ കുറ്റം പറയുകയും സ്വകാര്യ വ്യക്തിക്കാണ് ഇത് പോകുന്നത്. കുത്തക മുതലാളിമാർക്ക് എതിരാണ് താത്വികമായി ഇവർ. പക്ഷേ ആത്യന്തികമായി അവർ അതിൻ്റെ ഭാഗവുമാണ്. എന്തായാലും ഇതൊരു വലിയ അഴിമതി തന്നെയാണോ ഇതിൻ്റെ പുറകിലുള്ളത് എന്ന് ന്യായമായി സംശയിക്കാം. നമുക്ക് ഇപ്പോൾ ഇത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഇതെന്ന് പറയാവുന്ന തരത്തിലുള്ള കോൺക്രീറ്റായ ഒരു എവിഡൻസ് എടുത്ത് വയ്ക്കാനൊന്നുമില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും ഏകദേശം ഊഹിക്കാം എന്താണെന്ന്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക്. അതെ, ഗവൺമെൻറ് ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കുമോ അതോ ഇത് ഏറ്റെടുക്കുമോ, വീണ്ടും കരാർ പുതുക്കുമോ അതോ ഇത് KSEB ഏറ്റെടുക്കുമോ, ഇതാണ് കേരളം കാത്തിരിക്കുന്നത്. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.